ആഗോളതാപനം, ഇത്തരം വിഷയങ്ങളിൽ സൊല്യൂഷനായിട്ട് നമ്മുടെ നാട്ടിലുള്ള 1 കിലോമീറ്റർ റോഡ് നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല, ഇവിടെ മരം മുറിക്കരുത് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അവിടെയുള്ള ജീവിക്കുന്ന മനുഷ്യരോട് കാണിക്കുന്ന വലിയ നീതികേടാണ്. കാരണം ഒരു പ്രദേശത്ത് മനുഷ്യൻ വർദ്ധിച്ചു, ഇനി കേരളം തന്നെ എടുക്കുകയാണെങ്കിൽ പോലും പലപ്പോഴും ഈ പറയുന്ന ഈ സോക്കോൾഡ് ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ഈ വനസംരക്ഷകർ എന്നൊക്കെ പറഞ്ഞ ഈ പരിസ്ഥിതി സ്നേഹികൾ, പരിസ്ഥിതിവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ, ഇവർ തന്നെ ജീവിക്കുന്നത് എവിടെയാണ്? കൊച്ചിയിലൊക്കെയുള്ള ഫ്ലാറ്റുകളിൽ അവർ ആഡംബരമായിട്ടാണ് ജീവിക്കുന്നത്. അവരവിടെ AC ഉപയോഗിക്കുന്നത് മുഴുവൻ സമയം. അവരുടെ കാറ് അവർ ഉപയോഗിക്കുന്നുണ്ട്, സ്വന്തമായ കാറുകൾ. ആ കാറുകളിൽ അവർ AC ഉപയോഗിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു നമ്മുടെ രാജ്യത്ത് നിലവിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സുഖ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ആളുകൾ ജീവിക്കുന്നത്. ഇവരാണ് ഈ പറയുന്ന പശ്ചിമഘട്ട മേഖലകളിൽ ജീവിക്കുന്ന കർഷകരുടെയും അതുപോലെ അവിടെയുള്ള ആദിവാസി വിഭാഗങ്ങളുടെയും സാധാരണക്കാരുടെയും ഒക്കെ ജീവിതത്തിൽ അത് പാടില്ല, ഇത് പാടില്ല, റോഡ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇടപെടുന്നത്. അപ്പൊ ഇതിനകത്തൊരു ഈ മനുഷ്യനും ഈ ജീവികളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അതിനകത്ത് ഡയറക്റ്റായിട്ട് ജീവൻ നഷ്ടപ്പെടുന്ന ആളുകൾ, ഈ നിയമത്തിന്റെ കുഴുക്കിൽപ്പെട്ടിട്ട് ജീവിതം തൊലഞ്ഞു പോകുന്ന ആളുകൾ, ഇവരെക്കാളൊക്കെ അധികമായിട്ട് ഇവർക്ക് ദ്രോഹം ചെയ്യുന്നത് ഈ ആളുകളാണ്. കാരണം ഇവർ ഇത്തരത്തിൽ ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഒരു കുറ്റബോധം ഭീകരമായിട്ടാണ് ഇവർ പ്രൊജക്ട് ചെയ്തത്. പക്ഷേ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഈ പറയുന്ന മനുഷ്യന്റെ തുടക്കകാലം മുതൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് മരം മുറിക്കുകയും മരം നടുകയും കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്.